വാൽപ്പാറ അപകടത്തെക്കുറിച്ച് മന്ത്രി വി ശിവൻകുട്ടി മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് തമിഴ്നാട് മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി മാരിൽ ഒരാളായിട്ടുള്ള അനു ജോർജ് IAS ബന്ധപ്പെട്ട് കാര്യങ്ങളിൽ ക്രമീകരണം നടത്തിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുമായിട്ട് ടെലിഫോണിൽ സംസാരിച്ച് ചെയ്യേണ്ട കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇപ്പോൾ കോയമ്പത്തൂർ കളക്ടറുടെ നേതൃത്വത്തിൽ എല്ലാ നടപടികളും കൈക്കൊണ്ടുവരിക എന്ന് അറിയിച്ചിട്ടുണ്ട്. സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ ചെയ്യാൻ ആകുന്നതെല്ലാം ചെയ്യുന്നുണ്ട്. കോയമ്പത്തൂർ കളക്ടറുമായും SP-യുമായും നിരന്തരം സമ്പർക്കം പുലർത്തുന്നുണ്ട്. പാലക്കാട് നിന്നും സീനിയർ മെഡിക്കൽ ഡോക്ടർമാർ, ADM, റവന്യൂ ഉദ്യോഗസ്ഥന്മാർ, വിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ എന്നിവർ സംഭവ സ്ഥലത്തേക്ക് പോയിട്ടുണ്ട്. ഇതുകൂടാതെ മങ്കട AEO ഈ സംഭവ സ്ഥലത്തേക്ക് പോകുന്നതിനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും സർക്കാർ നൽകുമെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അറിയിച്ചിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞതിന് ശേഷം മലപ്പുറം ജില്ലയിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ആലോചിച്ചിട്ടുള്ളത്. ആ വിവരങ്ങളൊന്നും അറിയില്ല. മലപ്പുറം DD എന്ന് വിളിക്കും. ചികിത്സ ഉറപ്പാക്കാൻ വേണ്ടി അതെല്ലാം ചെയ്തിട്ടുണ്ട്. അല്ല, പിന്നെ മരിച്ചവരെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞാൽ മലപ്പുറത്ത് കൊണ്ടുവന്ന് എന്താണ് അവിടെ പ്ലാൻ ചെയ്തിട്ടുള്ളവരെ അറിയില്ല. അവിടെ പോയിട്ട് അറിയാമല്ലോ. വിദഗ്ധ ചികിത്സ ആവശ്യമുള്ളവരെ പിന്നെ കോഴിക്കോടോ തിരുവനന്തപുരത്തോ കൊണ്ടുവരുന്നതിനെ സംബന്ധിച്ച് ആലോചിക്കും. ഹലോ എന്താ അതെ വിദ്യാഭ്യാസ മന്ത്രി എന്താ ഇവിടെ വെക്കേഷൻ ക്ലാസ് വെച്ചിട്ടാണ് അപ്പോൾ പ്രധാനപ്പെട്ട അധ്യാപകരോട് മരിച്ചു കിടക്കുമ്പോൾ ഫോൺ വയ്ക്കും. കുട്ടികൾ ക്ലാസ് വെച്ച് കിടന്ന് അവിടെ ഞാൻ ആദ്യം കുഞ്ഞിട്ട് DD നമ്മുടെ ഇത് പിന്നെ അവിടുന്ന് പിന്നെ മങ്കട AEO പോയിട്ടുണ്ടോ? അങ്ങോട്ട് AEO പോയിട്ടുണ്ടോ? മങ്കട AEO കൂടെ പോകണം. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പുതിയ വിവരങ്ങളുണ്ട്? ഇത് പിന്നെ നമ്മൾ ഔദ്യോഗികമായിട്ട് മലപ്പുറം സ്കൂളിൽ നിന്ന് പോയതാണോ? ടീച്ചർമാരെല്ലാം കൂടെ പ്ലാൻ ചെയ്ത് പോയതാണോ? അപ്പോൾ ഈ സ്കൂളിൽ ഈ പള്ളിപ്പറമ്പ് GLPസിൽ 5 അധ്യാപകരാണുള്ളത്. അങ്ങനെയാണോ? ബാക്കി അധ്യാപകർ ചുറ്റുമുള്ള സ്കൂളുകളിലെ അധ്യാപകരാണോ? അവർ ഇങ്ങനെ 16 പേരാണ് പോയത്. പതിനാറിൽ 13 പേരും അങ്ങനെയാണ്. ഇപ്പം നിങ്ങളിപ്പം നാളെ മലപ്പുറം ജില്ലയിൽ അങ്ങനെ വല്ല വിവരങ്ങളും ഉണ്ടോ നിങ്ങൾക്ക്? ഇപ്പോൾ സച്ചിൻ വള്ളിക്കാട് ചേരുകയാണ്. സച്ചിൻ, മന്ത്രി കാര്യങ്ങളെ ഏകോപിപ്പിക്കുകയാണ്. ADM അടക്കമുള്ളവർ വാൽപ്പാറയിലേക്ക് പോകും. മന്ത്രിയും വാൽപ്പാറയിലേക്ക് ഈ അപകട സ്ഥലത്തേക്ക് അടക്കം ആശുപത്രിയിലടക്കം സന്ദർശിക്കുമെന്നാണ് വിവരങ്ങൾ ലഭിക്കുന്നത്. എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? മന്ത്രി എന്തെല്ലാം കാര്യങ്ങളാണ് വിശദീകരിക്കുന്നത്? ഫോറസ്റ്റ് എത്തിയിട്ടാണ് ഫോറസ്റ്റാണ് അതിന് ഇൻഫർമേഷൻ കൊടുക്കണത്. മുകളിൽ നിന്നാണ് ആംബുലൻസ് 108ൻ്റെ ആംബുലൻസ് 5 എണ്ണം വരുന്നത്